അമ്മൂമ്മ സൂക്ഷിച്ചു കൊണ്ടൊക്കെ പോണേ എന്നെ അടിച്ച് വീഴല്ലേ ഡയലോഗ് അടിച്ചിട്ട്. സൂക്ഷിച്ചോളാം. ആ അളിയാ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ അയ്യപ്പൻ കോവില് ഗണപതി ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പ്രസാദം കിട്ടും. പിന്നെ എള്ള് പായസവും കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാലഭദ്രകാളി ക്ഷേത്രം കുറച്ചപ്പുറത്ത് അവിടെ ആണെങ്കില് കടും പായസം. അളിയാ, അതിങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലേ പെരുത്തം കൂടെ കയറി ക്ലച്ചനെ. ആ പിന്നെ സീതാമോയി, എന്താടാ നമ്മുടെ കൃഷ്ണൻ അമ്പലം ഉണ്ടല്ലോ ഇവിടെ, കൃഷ്ണൻ കോവില് നല്ല സൂപ്പർ ആയിട്ടുള്ള പാൽ പായസം കിട്ടും. ഇങ്ങ് ബാ, പറന്ന് ബാ. പാൽ പായസം എന്നൊക്കെ പറഞ്ഞാ എനിക്ക് കിട്ടിയ ഞാൻ ഒരു 5-6 ഗ്ലാസ് എടുത്ത് കുടിക്കും. നല്ലത്. ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കും. അതും തന്ന വീടിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിന്റെ അളവ് വരെ ഈ ക്രാപ്പിന് കൃത്യമായിട്ടാണ്. അമ്പലത്തിൽ പോകുന്ന തന്നെ പ്രസാദം കഴിക്കാൻ വേണ്ടിട്ടാണ്. ശിവ, നീ എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യല്ലേട്ടോ. പോവാണെങ്കിൽ പാഴൂർ അമ്പലത്തിൽ പോണം. അവിടെ ചെന്ന് കേറുമ്പോ തന്നെ എന്തൊരു ഐശ്വര്യാന്നറിയാവോ. നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പാഴൂർ അമ്പലത്തിൽ പോയിട്ട് കൊറേ നാളായല്ലേ? കൊറേ നാളായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ വെളുപ്പിനെ അങ്ങ് പോവാം. 4 മണിക്ക് നിർമ്മാല്യം തൊഴുന്നിട്ട് പോരാ. പൊന്നെ, അറിയാതെ പറഞ്ഞതാ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പൊക്കോളാം. അതെ, നമ്മുടെ അവിടെ ഒരു ഭദ്രകാളിയുടെ അമ്പലമുണ്ട്. വലിയ അമ്പലമാണ്. സിദ്ധു ഒക്കെ ചെറുതിലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ല, എന്നും പൊക്കോണ്ടിരുന്ന. ഇപ്പൊ വലുതായപ്പോഴത്തേക്കിനും അമ്പലത്തിലും പോകണ്ട, ഒരു പ്രാർത്ഥനയില്ല. അച്ഛമ്മയുടെ കൂടെ കൂടി മടി പിടിച്ച്. അമ്മൂമ്മേ, ചിങ്ങം ഒന്നായി. ഇപ്പൊ ഓണം അങ്ങ് എത്തത്തില്ലേ? ഇപ്പൊ എന്തോന്ന് ഓണം വരുന്നതും പോകുന്നതും അറിയത്തില്ല. കഴിഞ്ഞ ഓണം വന്നത് കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നിപ്പോകും. ഓണത്തിന്റെ അവധിക്ക് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകണ്ടേ? കുഴിപ്പണം പടാവല്ലോ, അല്ലാതെ അവിടെ പോവാനാ? അത് കൊച്ചു പറഞ്ഞത് കറക്റ്റ്. അല്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട് വിട്ട് പോവല്ല വേണ്ടത്. നാട്ടിൽ നിന്ന് ഈ ഭംഗിയൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചും അങ്ങനെ അങ്ങിരിക്കണം. ഇത് രസമാ. അതാണ്. அப்படின்னா நான் ஒண்ணு சொல்லட்டா, நம்மளுக்கு திருவோணம் முடிச்சதுக்கு அப்புறம் எல்லாருமா சேர்ந்து மதுரைக்கு போலாமா? என்ன எல்லாரும் பேசாம முடிச்சிட்டு பாக்குறீங்க? എപ്പോഴും പോവാതൊക്കെ പ്ലാൻ ചെയ്യും. അവസാനം ആന്റി ഒറ്റയ്ക്ക് അങ്ങ് പോവും. ഞാനതൊന്നും അല്ല ആലോചിക്കുന്നു. ഈ ഓണത്തിന് മഴ കനക്കൂന്നാണ്. എടാ, ചിങ്ങം പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് ഇതുപോലെ നട്ട വെയിലായിരിക്കും, ചില സമയത്ത് ഇങ്ങനെ ചറപറാന്ന് മഴ ഇങ്ങനെ പെയ്യും. അല്ലേ അമ്മ ഞാൻ പറഞ്ഞത്? അതെ. വെയിൽ കൊള്ളാതെ വാ എന്നാ. നടക്ക